ഇടുക്കി ജില്ലയിൽ രാജാക്കാട് എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നതാണ് ഫ്രാൻസിസ് കളപ്പുര എന്നറിയപ്പെടുന്ന ഈ സുവിശേഷകൻ. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഈ സുവിശേഷകന്റെ ബാല്യകാലം ദേവാലയ ഭക്തിയിൽ മുഖരിതമായിരുന്നു. അപ്രതീക്ഷിതമായി നേരിട്ട ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും ദൈവം സൗഖ്യം നൽകിയത് നന്ദിയോടെ ഓർക്കുകയാണ് ഫ്രാൻസിസ്. ഇന്ന് തിരുവനന്തപുരത്തെ ചൊവ്വര എന്ന സ്ഥലത്ത് പ്രാർത്ഥനാ സംഘത്തിന് നേതൃത്വം നൽകുന്ന സുവിശേഷ പ്രഘോഷകനാണ് ഫ്രാൻസിസ് കളപ്പുര. ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. കാരണം എൻ്റെ മാതാപിതാക്കൾ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചവരായിരുന്നു. എൻ്റെ ജനനം മുതൽ ബാല്യകാലങ്ങളിലൊക്കെ എൻ്റെ മാതാപിതാക്കൾ അനുവർത്തിച്ചു വന്നതും പഠിപ്പിച്ചതുമായ വിശ്വാസധാരയെ പിൻപറ്റുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവസരം നൽകി. കലാപരമായി പല കഴിവുകളും എൻ്റെ മാതാപിതാക്കൾക്ക് ഉള്ളതുകൊണ്ട് അത് പാരമ്പര്യം എന്ന വണ്ണം ഞങ്ങൾക്കും കൈമാറി വരുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് എൻ്റെ ചേച്ചി നല്ലൊരു ഗായികയും കാതികയും ആയിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ജ്യേഷ്ഠനും കീബോർഡും അതുപോലെ ഹാർമോണിയം ഒക്കെ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്നിമിത്തം പള്ളിയിലാണെങ്കിലും ദേവാലയങ്ങളിൽ കൊയർ ടീമിലും അതുപോലെ അൾത്താര ബാലസംഘത്തിലൊക്കെ ബാല്യം മുതൽ പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ എനിക്ക് ലഭിച്ച അവസരം നിമിത്തം വിവിധങ്ങളായ സംഗീത ഉപകരണങ്ങൾ പഠിക്കുവാൻ പ്രാക്ടീസ് ചെയ്യുവാനൊക്കെ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലൂട്ട് വായിക്കുവാനും കീബോർഡ് വായിക്കുവാനും തബല വായിക്കുവാനും ഗിറ്റാർ വായിക്കുവാനൊക്കെ അങ്ങനെ ഞങ്ങൾ പഠിക്കുവാനിടയായി. വളർച്ചയുടെ പല പടവുകളും കയറി വരുമ്പോൾ ജാതിമത ഭേദമന്യേ കിട്ടുന്ന സ്റ്റേജുകളിലെല്ലാം പോയി പ്രോഗ്രാം അനുവർത്തിച്ച് വരുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളായിരുന്നു. അത് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം 5 മക്കളിൽ 3ാമത്തവനായിട്ടാണ് ഞാൻ ജനിച്ചത്. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, ഒരു ചേച്ചിയുണ്ട്, എനിക്കൊരു അനുജനുമുണ്ട്, ഒരു അനുജത്തിയുമുണ്ട്. എൻ്റെ സ്വകാര്യ അഹങ്കാരമെന്ന് ഞാൻ പറയാൻ കാരണമായത് എനിക്കൊരു ജ്യേഷ്ഠനില്ല എന്ന് ദുഃഖം പറയുന്ന പല സ്നേഹിതരും എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു ചേച്ചിയില്ല എന്ന് ദുഃഖം പറയുന്നവരും എനിക്കുണ്ടായിരുന്നു. എന്നാൽ ജ്യേഷ്ഠനും അനുജനും ചേച്ചിയും അനുജത്തിയുമുള്ള ഒരു ഭാഗ്യ നിലയിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വകാര്യ അഹങ്കാരമാണ് എന്ന്. എൻ്റെ യൗവനത്തിലേക്ക് എത്തിവരുന്ന മാത്രയിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ട് വേഗത്തിൽ ഞാനൊരു രോഗിയായി തീരുവാൻ ഇടയായി. വിവിധ ഇടങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരെയും പോയി വിവിധ ടെസ്റ്റുകളും ചികിത്സകളും ഒക്കെ ചെയ്തിട്ടും രോഗം എന്താണെന്ന് പോലും സ്ഥിരീകരിക്കപ്പെടുവാൻ കഴിയാതെ അസ്ഥി പഞ്ചരമായി മരണത്തിൻ്റെ വക്കോളം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാനിടയായി. മാസങ്ങൾ ഉറക്കമില്ലാതെ കിടന്ന ദിനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ശ്വാസതടസ്സം കാരണം അതുപോലെ ശ്വാസം മുട്ട് കാരണം വളരെയേറെ ഭാരപ്പെട്ടിട്ടുണ്ട്. അനുഭവിക്കുന്ന രോഗത്തോടുള്ള ബന്ധത്തിൽ ഈ ശ്വാസം മുട്ട് എന്ന രോഗം കൂടെ വന്നപ്പോൾ ആസ്മയേക്കാൾ ഭയാനകമായ നിലയിൽ മരണവരെയും ആഗ്രഹിച്ച അനുഭവങ്ങൾ ഉണ്ട്. വൈദ്യരാൽ അല്ലെങ്കിൽ ഡോക്ടർമാരാൽ കൈവിടപ്പെട്ട കാലഘട്ടത്തിൽ ഒരു സുവിശേഷകൻ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഇടയായി. അദ്ദേഹം രക്ഷയെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. പല ദിവസങ്ങൾ ഇത് അനുവർത്തിക്കുകയും ഒരിക്കൽ അദ്ദേഹം എൻ്റെ ഭവനത്തിൽ വന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം ആസ്പദീകരിച്ചുകൊണ്ട് ചില രോഗങ്ങൾ വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല എങ്കിലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആക്കി തീർക്കുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുവാനിടയായി. അതുകൊണ്ട് സഹോദര, ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ ഈ യേശു നമ്മുടെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും
നിത്യജീവൻ പകരുവാൻ ആത്മരക്ഷയ്ക്കും വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് എന്നോട് പറഞ്ഞു. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ് എന്നും യേശുവിൻ്റെ മാനവകുലത്തിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തികളെ വിശകലനം ചെയ്ത് പറഞ്ഞു തരികയും ചെയ്തപ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിപ്പാൻ ഇടയായി. ഞാൻ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമേറിയ ഒരു പുത്രനായിരുന്നതുകൊണ്ട് എൻ്റെ ഈ രോഗത്തിൻ്റെ അവസ്ഥ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ വല്ലാത്ത വേദനയും പ്രയാസവും ഉളവാക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ യേശുവിലൂടെയുള്ള വ്യക്തമായ രക്ഷ, വ്യക്തമായ സൗഖ്യം പ്രാപിപ്പാൻ വിശ്വാസത്താൽ കഴിയുമെന്ന് ആ സുവിശേഷകൻ എന്നോട് പറഞ്ഞതുകൊണ്ട്, അങ്ങനെയെങ്കിൽ വിടിവിക്കുന്നവനായ ആ യേശുവിനെ എൻ്റെ കുഞ്ഞിനെ വിടിവിച്ചാൽ ഞങ്ങൾക്കും വേണം, ആ കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങളെയും സമർപ്പിക്കും എന്ന് കുടുംബമായി എൻ്റെ മാതാപിതാക്കളും ആ സുവിശേഷകനോട് പറവാൻ ഇടയായി. തന്നിമിത്തം അദ്ദേഹം പല ആവർത്തി ഭവനത്തിൽ വരികയും ഞങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വേഗത്തിൽ ദൈവം എന്നെ സൗഖ്യമാക്കി. എന്ന് പറഞ്ഞാൽ ഈ ലോക വൈദ്യന്മാർക്ക് കഴിയാതിരുന്നതിനെ ദൈവമായ കർത്താവ് തൻ്റെ പിണരാലുള്ള ദൈവിക സൗഖ്യം എന്നിൽ പകരുവാനിടയായി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ ആരോഗ്യം പടിപടിയായി പുരോഗമിക്കുവാൻ ഇടയായി. അങ്ങനെ ദൈവജനത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവജനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് ഗ്രഹിക്കുവാനും എന്നെ തന്നെ സമർപ്പിച്ചു, എൻ്റെ ഭവനത്തെ സമർപ്പിച്ചു. അത് ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. യൗവനത്തിൽ ബാല്യത്തിലുണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്ന് അകന്നു മാറി ദൈവത്താൽ ലഭ്യമായിരിക്കുന്ന കഴിവുകൾ മറ്റു പല മേഖലകളിലും ഉപയോഗിച്ച് നീങ്ങിയത് കൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് ഞാൻ ഈ തരുണത്തിൽ ചിന്തിച്ചു പോവുകയാണ്. കാരണം ദൈവം എന്നെ കണ്ടിരുന്നത് ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതോ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലും ആർഭാടങ്ങളിലും മാത്രം മുന്നേറുക എന്നുള്ളതായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ദൈവമായ കർത്താവിനെ എൻ്റെ സ്വന്തം ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച അന്നു മുതലാണ് എനിക്ക് തിരിച്ചറിയുവാൻ ഇടയായത്. മുൻകാലഘട്ടങ്ങളിൽ എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച വിശ്വാസധാരയെ മുൻനിർത്തി മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ദൈവവിളി ക്യാമ്പിലൊക്കെ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. അന്ന് ആ ക്യാമ്പിൽ പങ്കെടുത്തുവെങ്കിലും ദൈവികമായ സ്പർശനം അനുഭവിക്കുകയോ ദൈവികമായിരിക്കുന്ന വിളികൾക്ക് സമർപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാതിരുന്ന എന്നെ ഈ രോഗത്താൽ ബാധിക്കപ്പെട്ടവനായി ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് എത്ര ഈ രോഗം എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പിറവിയിലെ കുരുടനായ ആ വ്യക്തിയോട് പറഞ്ഞതുപോലെ എൻ്റെ രോഗത്തെയും സ്വർഗത്തിലെ ദൈവം അതൊരു മുഖാന്തരമാക്കി ഉയർത്തി അല്ലെങ്കിൽ ഉപയോഗിച്ച് എന്നെ രക്ഷിച്ചത് ആ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണെന്ന് വ്യക്തമായ ബോധ്യം എന്നിൽ ഉണ്ടാകുവാൻ അത് കാരണമായി. അങ്ങനെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അന്തരംഗത്തിൽ വല്ലാതെ പ്രേരണ നൽകിക്കൊണ്ടിരുന്നു. നിന്നെ ഞാൻ സൗഖ്യമാക്കിയത് നീ മൗനമായിരിക്കുവാൻ വേണ്ടിയല്ല, നിന്നെ സൗഖ്യമാക്കിയ നിൻ്റെ ആത്മാവിനെ രക്ഷിച്ച ആ യേശുവിനെ നീ മറ്റുള്ളവരോടും പ്രസ്താവിക്കണം എന്നുള്ള വലിയ ചിന്ത എൻ്റെ മനസ്സിൽ മതിക്കുവാനിടയായി. ആ ചിന്തയുടെ ഫലമായി ഞാനത് ആ സുവിശേഷകനോട് പറയുകയും അദ്ദേഹം എന്നെ പെനിയേൽ ബൈബിൾ സെമിനാരിൽ ദൈവവചന പഠനത്തിന് വേണ്ടി അയക്കുകയും ചെയ്തു. 4 വർഷത്തോളം അവിടെ ദൈവത്തിൻ്റെ വചനം അഭ്യസിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിലും കൃപ നൽകി. വചന പഠനശേഷം വചനം പൂർത്തീകരിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്നെ മതിച്ചൊരു ചിന്ത ഇനി എന്ത് എന്നുള്ളതായിരുന്നു. ഇനി എങ്ങനെ എന്തായി തീരും എന്നുള്ള ചിന്തയിൽ ഞാൻ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു പ്രേരണ തോന്നി അല്പസമയം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാൻ. ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമയത്തെ വേർതിരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ നിയോഗം എനിക്ക് നൽകി.
എന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ നടുവിൽ തന്നെ ആരും വിളിച്ചറിയിക്കാതെ തന്നെ പലരും പലയിടങ്ങളിൽ നിന്ന് ഭവനത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുവാൻ ഇടയായി. എൻ്റെ വീട്ടിൽ നിന്നും 7 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തു നിന്ന്, ചെമ്മണ്ണാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പോലും എൻ്റെ ഭവനത്തിൻ്റെ പേര്, ഹൗസ് നെയിം ദൈവം എഴുതി കാണിച്ചു എന്നുള്ള ആ കാഴ്ചപ്പാടിൽ പ്രാർത്ഥന ചോദിച്ച് വരെ എൻ്റെ ഭവനത്തിലേക്ക് ആളുകൾ വരുവാനിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ വ്യക്തമായി കർത്താവിൻ്റെ സാക്ഷിയായി നിലനിൽക്കുവാൻ എന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യം, അതിൽ എനിക്ക് ഉറപ്പ് പ്രാപിപ്പാൻ അത് മുഖാന്തരമായി. അങ്ങനെ എൻ്റെ ഭവനത്തിൽ ഒരു പ്രയർ സെൽ തുടങ്ങുവാൻ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിക്കുവാൻ ദൈവം കൃപ ചെയ്തു. 11 വർഷത്തോളം ഞാനവിടെ കർത്താവിൻ്റെ സാക്ഷികളായി വീട് വീടാന്തരം ഭവനങ്ങളിൽ കയറി ഇറങ്ങി ഈ രക്ഷിക്കുന്ന യേശുവിനെക്കുറിച്ച് പ്രസ്താവിക്കുകയും കൺവെൻഷനുകളിൽ സാക്ഷ്യം പ്രസ്താവിക്കുകയും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുകയും ഒക്കെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. തന്നിമിത്തം 3 മാസം അവധി പറയപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി അയച്ച രോഗികൾ പോലും വ്യക്തമായ സൗഖ്യം പ്രാപിക്കുന്നത് കാണുവാനും, തന്നിമിത്തം നിരവധി ആളുകൾ സൗഖ്യമാക്കുന്ന, നിത്യജീവൻ നൽകുന്ന ഈ രക്ഷയിലേക്ക് വരുന്നത് കാണുവാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് എൻ്റെ ഈ സാക്ഷ്യ വചനങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെയും ഈ യേശു വിടുവിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. നാം പഠിച്ചു വച്ചിരിക്കുന്ന ആ പാഠങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സ്നേഹം നാം വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗമാണ്. നാം പലപ്പോഴും നമ്മുടെ ആഗ്രഹം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളിലൊക്കെ പറയാറുണ്ട്, ദൈവമേ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, എനിക്ക് നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് നാം എല്ലാവരും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നാം നിവർത്തിക്കണമെങ്കിൽ അതിലൊരു ത്യാഗം നമുക്ക് ആവശ്യമാണ്, സഹനം നമുക്ക് ആവശ്യമാണ്, വലിയ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. കാരണം അതിന് നമുക്ക് മുന്നോടിയായി മാതൃകയായി നിലകൊള്ളുന്നത് തന്നെ കർത്താവായ യേശുവാണ്. ഗെത്സമനത്തോട്ടത്തിൽ യേശു മാനവകുലത്തിൻ്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ പാനപാത്രത്തിൻ്റെ, അല്ലെങ്കിൽ പാപത്തിൻ്റെ ആ പാനപാത്രത്തിൻ്റെ ചഷകം തൻ്റെ മുൻപിൽ വെച്ച് നീട്ടുമ്പോൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിവർത്തിക്കപ്പെടണമേ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ സമർപ്പിപ്പാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ദൈവ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെക്കുന്ന ഒരു ത്യാഗം യേശു ചെയ്തു. മാത്രമല്ല, മാനവകുലത്തെ രക്ഷിക്കുവാൻ താല്പര്യമുണ്ടായ കർത്താവ്, അല്ലെങ്കിൽ പിതാവായ ദൈവം ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും വലിയൊരു ത്യാഗം ചെയ്തു എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പരാമർശിക്കുന്നത് പോലെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ഇവരെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഏക പുത്രനെ കാൽവരി ക്രൂശിൽ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, മാനവകുലത്തിന് വേണ്ടി ത്യജിച്ചു കളയുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ നിത്യസ്നേഹം നാം മനസ്സിലാക്കുകയും ആ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി നാം സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഹ്രസ്വമായതാണ്, ഇത് താൽക്കാലികമാണ്. ഇവിടെയെല്ലാം നാം പരദേശികളായി പാർക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്കറിയാം, പരദേശി എന്ന വാക്ക് കേൾക്കുമ്പോൾ സ്വന്തം ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്ത് വന്ന് പാർക്കുന്ന വ്യക്തിയെയാണ് പരദേശി അല്ലെങ്കിൽ പ്രവാസി എന്ന് പരാമർശിക്കുന്നത്. ഈ ഗൾഫ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് യൂണിയൻ വരെയുണ്ട്, പ്രവാസി മലയാളി എന്നുള്ള പേരിലൊക്കെ. പറഞ്ഞു വന്നൊരു താല്പര്യം, വന്നു പാർക്കുന്നവരാണ് എന്നുള്ള അർത്ഥം നമുക്ക് നൽകുമ്പോൾ തന്നെ നമ്മുടെ ഈ ക്രിസ്തു ആയുസ് ഇവിടെ തീർത്തിട്ട് നാം ഇവിടെ നിന്ന് നിത്യതയിലേക്ക് പോകേണ്ടതായിരിക്കുന്ന ഒരു അനുഭവം ക്രിസ്തു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്.
അങ്ങനെ ഈ യേശുവിൻ്റെ സ്നേഹത്തെ വ്യക്തമായി എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും നിരവധി ആളുകളിലേക്ക് ഈ സ്നേഹത്തെ പങ്കുവെക്കുവാനും ദൈവം എനിക്ക് കൃപ നൽകി. അതിന് പിതാവ് തൻ്റെ സ്നേഹത്തെ നമുക്ക് പകരുവാൻ വേണ്ടി പുത്രനെ ത്യജിച്ചുവെങ്കിൽ നമുക്കും ഈ ലോകപ്രകാരം പലതും ത്യജിക്കപ്പെടേണ്ടതായിട്ടുള്ള അനുഭവം നമുക്കുണ്ട്. ഞാൻ ഓർക്കുന്നു, അന്ന് ഈ മിഷൻ ലീഗിലൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അതേ നിലകളിൽ ജീവിക്കുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടതുമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആ സമർപ്പണം യഥാർത്ഥമായി തീർന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടി ദൈവം എന്നെ ചില പാഠങ്ങളിലൂടെ കടത്തിവിട്ട് തൻ്റെ അടിപ്പണയാലുള്ള സൗഖ്യം എൻ്റെ ജീവിതത്തിൽ പ്രാപ്യമാക്കുവാൻ ഇടയാക്കിയത് എന്നെപ്പോലെ കഷ്ടത്തിലായിരിക്കുന്ന ആളുകളുടെ വേദന മനസ്സിലാക്കി അവരെയും ഈ ക്രിസ്തു സ്നേഹത്തിലേക്ക് നയിക്കപ്പെടുവാനാണ് എന്ന് ഞാൻ അല്പം താമസിച്ചാണ് മനസ്സിലാക്കിയത്. എൻ്റെ പ്രീ ഡിഗ്രി കാലത്താണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്, അല്ലെങ്കിൽ രോഗിയായി തീർന്നത്. തന്നിമിത്തം കർത്താവിനെ അറിഞ്ഞു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. തുടർന്ന് ദൈവജന പഠനത്തിന് ശേഷം രാജാക്കാട് എന്ന എൻ്റെ സ്വന്തം ദേശത്ത് തന്നെയാണ് ഞാൻ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു നല്ല സുവിശേഷകനായി നിലകൊള്ളണമെന്നുള്ള താല്പര്യത്തിൽ വിവിധയിടങ്ങളിൽ സഞ്ചരിക്കുകയും പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും വിവിധ നിലകളിലുള്ള രോഗദുഃഖാദികൾ മാറുന്നതും ദൈവിക സൗഖ്യം പ്രാപിക്കുന്നതും വലിയ വിടുതലുകൾ ഒക്കെ കാണുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. ഏകദേശം 11 വർഷക്കാലം ഞാനിവിടെ എൻ്റെ സുവിശേഷ പ്രവർത്തനം പൂർത്തീകരിച്ച് അവിടെ നിന്ന് എറണാകുളം ജില്ലയിൽ വട്ടപ്പാറ എന്ന സ്ഥലത്തേക്ക് വരുവാൻ കാരണമായി. വട്ടപ്പാറ എന്ന ദേശത്ത് ഏകദേശം 1 വർഷത്തോളം സുവിശേഷ പ്രവർത്തനം ചെയ്തു. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, അനേകരുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടുവാൻ ദൈവം എന്നെ മുഖാന്തരമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഞാനും എൻ്റെ 4 സഹോദരങ്ങളും മാതാപിതാക്കളും രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നത്. ആ രക്ഷ ഞാനും നിങ്ങളും മനസ്സിലാക്കുകയും പ്രാപിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അത് നാം ഒരിക്കലും ഒതുക്കി വെക്കേണ്ടതല്ല. യേശുവിൻ്റെ ഒരു നിയോഗമുണ്ട്. യേശു ഈ ലോകത്തിൽ നിന്ന് തൻ്റെ ശുശ്രൂഷ തികച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 നാൾ ശിക്ഷഗണങ്ങൾക്ക് പ്രത്യക്ഷനായി 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെ ശിക്ഷരാക്കിക്കൊള്ളുവിൻ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിനെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ് ക്രിസ്തുവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായിരിക്കുക എന്നുള്ളത്. അങ്ങനെ പുറത്ത് 1 വർഷം എൻ്റെ ശുശ്രൂഷ തികച്ചനന്തരം അവിടെ നിന്ന് ഞാൻ സ്ഥലം മാറി തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുവാൻ കാരണമായി. അതിനു മുൻപ് 2005 എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഭാര്യ നല്ല ഒരു സുവിശേഷകൻ്റെ മകളായിരുന്നു. എനിക്ക് 2 പെൺമക്കളെ ദൈവം നൽകി. അവർ ഇപ്പോൾ നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ 2007 മുതൽ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവിധയിടങ്ങളിൽ ദൈവം നൽകുന്ന ആ കൃപയ്ക്കൊത്തവണ്ണം ദൈവിക സന്ദേശങ്ങൾ അറിയിക്കുകയും യൂത്ത് മീറ്റിങ്ങുകളിലും അതുപോലെ ലഭ്യമാകുന്ന എല്ലാ അവസരങ്ങളിലും ഈ കർത്താവിനെ പ്രഘോഷിക്കുകയും ചെയ്യുകയാണ്. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ സഹനമില്ലാതെ, ത്യാഗമില്ലാതെ ഈ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടാകാം, നഷ്ടങ്ങളിലുണ്ടാകാം. ഒത്തിരി പ്രതിബന്ധങ്ങളും വൈതരണികളും എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്ന കർത്താവ് എന്നോട് കൂടെ ഇരുന്ന് വഴി നടത്തിയതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഈ ചാനലിലൂടെ ഈ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ എൻ്റെ ആയുസ്സ് ദീർഘമായി ലഭ്യമായിരിക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചു, യേശുവിൻ്റെ ആ സ്നേഹം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നാമും പലതും ത്യജിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ക്രിസ്തീയ മാർഗത്തിൽ ഇന്ന് പലരും അതിനുവേണ്ടി ചുവട് വെക്കാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായ ദാവീദ് എന്നൊരുവൻ എഴുതിയ 40-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യത്തിൽ
ഇങ്ങനെ ഒരു വാക്യം താൻ വരച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം പ്രിയപ്പെടണമെങ്കിൽ, താല്പര്യപ്പെടണമെങ്കിൽ, ആ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അന്തരംഗത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സാധ്യമാകുകയുള്ളൂ. കാരണം ഞാൻ മുൻപ് ഓർമ്മിപ്പിച്ചതുപോലെ ഈ ക്രിസ്തീയ സാക്ഷ്യത്തിനും ക്രിസ്തീയ മാർഗത്തിനും ക്രിസ്തീയ ജീവിതത്തിനും നാം ചില ത്യാഗങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുക, നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിന് 4-ാം വാക്യം പറയുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തിൻ്റെ സ്നേഹികളാകുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ ശത്രുക്കളാകുന്നു എന്നാണ്. ഇന്ന് വലിയൊരു കൂട്ടം ആളുകളും നിത്യജീവൻ എന്ന ആ ചിന്ത വിട്ട്, ആ നിത്യജീവൻ എന്ന മാർഗം വിട്ട് യേശു നൽകിയ ആ നിത്യജീവനെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ സ്നേഹത്തെയും ലോകത്തിൻ്റെ മോഹത്തെയും ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ഭൗതിക നന്മകളെയും മാത്രം മുൻനിർത്തിക്കൊണ്ട് മുന്നേറുന്ന, അല്ലെങ്കിൽ കർത്താവിനെ സാക്ഷിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ധാര അതല്ല. യേശു പഠിപ്പിച്ചത് അതല്ല. യേശു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് വേണ്ടി നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ, ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ താൻ മനുഷ്യനായി അവതരിക്കുവാനിടയായി സമ്പന്നനായ കർത്താവ് ഒന്നുമില്ലാത്തവനായി ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിലെ ഒരു ദരിദ്രൻ പോലും ഈ കർത്താവിനെ അറിയാതിരിക്കരുത് എന്നുള്ള ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തയാണ് എന്നുള്ള കാര്യം ഇത്തരുണത്തിൽ മറന്നു പോകരുത്. വചനം പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ, ആത്മാവ് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ ആഗ്രഹം നിവർത്തിക്കുക ഇല്ല എന്ന. അതുകൊണ്ട് ദൈവം ആത്മാവാകയാൽ ദൈവത്തിൻ്റെ ആത്മാവിനനുസരിച്ച് നാം മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ ദൈവം നമ്മെ നയിക്കുവാൻ, ജയകരമായി നടത്തുവാൻ, നിത്യജീവനിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ കാരണമായി തീരും. ഗലാത്യർക്ക് എഴുതിയ പൗലോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ജഡത്തിൻ്റെ ചിന്ത മരണമാകുമ്പോൾ തന്നെ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, വിഗ്രഹാരാധന, പക, വിദ്വേഷം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത്, വിഗ്രഹാരാധന, മദ്യപാനം മുതലായവ എന്ന് വെളിവാകുന്നു എന്നാണ്. ഈ വചനത്തിൽ നിരവധി കാര്യങ്ങൾ, ഏകദേശം 16ഓളം അക്കമിട്ട് പറയത്തക്ക കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞ് അതുമാത്രം വിളിച്ചു പറയുകയും മറ്റ് 15 കൂട്ടം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നേറുന്നു കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കാരണം അവർ കർത്താവിൽ സമർപ്പിക്കപ്പെടുകയോ കർത്താവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ പകരപ്പെടുകയോ വേണ്ടതുപോലെ ദൈവത്തിൻ്റെ വചനം അന്തരംഗത്തിൽ നിറയ്ക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ്. ദൈവ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെട്ട ദാവീദ് പറയുന്നുവല്ലോ, നിൻ്റെ വചനത്തെ, എൻ്റെ അല്ലെങ്കിൽ നിൻ്റെ ന്യായപ്രമാണത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ ആ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് നിമിത്തം തുടർന്നും എനിക്ക് പഠിക്കുവാനുള്ള അവസരം ദൈവം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എന്ന കോഴ്സ് സോഷ്യോളജിയിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവിടയാക്കി. കൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ എബനേസർ തിയോളജിക്കൽ മിഷൻ സെമിനാരിയിൽ MDiv എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ദൈവവചനം പഠിക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകി. ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ അത്ഭുതാവകമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും, രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നും, മരണത്തിൻ്റെ പാശങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച് എൻ്റെ ആ പാതാള വേദനയുടെ നടുവിൽ നിന്ന്, അല്ലെങ്കിൽ ഉറങ്ങാൻ കൊതിച്ച രാത്രികളിൽ നിന്ന് എന്നെ പൂർണ്ണമായി വിടുവിച്ച് എനിക്ക് ആയുസ്സ് തന്ന് ആരോഗ്യം തന്ന് എന്നും നിർത്തിയിരിക്കുന്നതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ കർത്താവിനെ സാക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ ഞാൻ പറയട്ടെ, നിങ്ങൾ വേദനയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ കടന്നു പോകുന്നുവെങ്കിൽ എന്നെ സൗഖ്യമാക്കിയ, എനിക്ക് ആത്മരക്ഷ നൽകിയ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ സുവിശേഷീകരണത്തിലൂടെ പലരെയും വിടുവിച്ച കർത്താവ് നിങ്ങളെയും വിടുവിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമമാണ്. ആയാൽ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ എല്ലാ മേഖലകളിലും ദൈവം നമുക്ക് വിടുതൽ നൽകുകയും നിത്യജീവൻ നൽകുകയും ചെയ്യും എന്നുള്ള വാക്കുകളോടെ എൻ്റെ സാക്ഷ്യ വചനങ്ങളെ
ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. യേശു എന്നെ അനുദിനം